പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം വെളിപ്പെടുത്തി തരുന്ന ആത്മീയ ദൂതുകളെ ശ്രവിക്കാൻ തക്കവിധം നമ്മുടെ ചിന്തകളെയും ബുദ്ധിയെയും മനസ്സിനെയും ഭാവനയെയും പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ഈ സമയത്ത് ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ തക്കവിധം സാഹചര്യം ആത്മീയമായൊരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങളെ അവിടുന്ന് ക്രമീകരിക്കണമേ. ശ്രദ്ധിച്ച് തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. വചന ഇപ്രകാരം ദൈവമക്കളെ പഠിപ്പിക്കുന്നു: ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും ജ്ഞാനം പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറെ പ്രയോജനകരമായ കാര്യമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുന്നത്. ആത്മനിയന്ത്രണം, വിവേകം, നീതി, ധൈര്യം. ഇതിൽ ആത്മനിയന്ത്രണം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നാം ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ആത്മനിയന്ത്രണത്തെക്കുറിച്ച് നിസ്സാരമായി ചിന്തിക്കുകയും ലാഘബുദ്ധിയോ കണക്കാക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ആത്മീയമായ മാർഗത്തിലൂടെ നടക്കാൻ ആത്മനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് പലർക്കും അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. വള്ളത്തോൾ തൻ്റെ കവിതയിൽ പ്രകാശിപ്പിക്കുന്നത് പോലെ, വിണ്ണാറ്റിൻ വെള്ളത്തോട് ഓതുന്നു ചാരായം, നിന്നിൽ നിന്ന് എന്നില എത്ര മെച്ചം. കാമവെറിക്കൂത്തുകളിൽ മുഴുകി ജഡത്തിൻ്റെ പ്രവണതകളിൽ കൂത്താടി നടക്കുന്ന പലരും ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുന്നവരെ കൊഞ്ഞനം കുത്തി നടക്കുന്ന സാഹചര്യങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബോഷ്ക്ക് ചിന്തിച്ച് ജീവിതത്തിൽ നാശത്തിൻ്റെ വഴികളിലേക്ക് നാം വഴുതി വീഴരുത്. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് വിലയുണ്ട്. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് സ്ഥാനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 28-ാം വാക്യം പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. അന്യാധീനപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിതം നയിച്ച അനേകരുടെ സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മനുഷ്യകുലത്തിലെ ആദ്യത്തെ പാപം തന്നെ ഭൂമിയിൽ ഉത്ഭവിച്ചത് ഹൗവയുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട നിമിഷത്തിലാണ്. ചെമ്മന്ന് തുടുത്ത പഴം കണ്ടപ്പോൾ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഹൗവയുടെ ആത്മനിയന്ത്രണം ഇല്ലായ്മ മനുഷ്യകുലത്തിലെ ആദ്യത്തെ പാപത്തിന് കാരണമായി തീർന്നു. കുത്തഴിഞ്ഞ് കൂത്താടി വെറിക്കൂത്തിൽ പൂണ്ട സോദോം ഗോമോറ നിവാസികളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദൈവം ആ പട്ടണത്തെയും
അതിലുള്ള സകല ചരാചരങ്ങളെയും ദഹിപ്പിച്ച് ചാമ്പലാക്കി അഗ്നി തടാകമാറ്റി മാറ്റിയെന്ന് ബൈബിളിൽ നാം കാണുന്നുണ്ട്. ദുർമോഹത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ തങ്ങളുടെ ദുർമോഹത്തിന് അടിമപ്പെട്ടു പോയ ഗോപുര നിവാസികളെ ചിതറിച്ച സംഭവം, ബാബേൽ ഗോപുര സംഭവത്തോടനുബന്ധിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ബൈബിളിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ദൈവമക്കൾ നശിച്ചു പോയ സംഭവങ്ങളുണ്ട്. തന്നെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന സാംസൺ, ആ ദലീലയുടെ മുമ്പിൽ ആത്മനിയന്ത്രണത്തിൽ പെരുമാറാൻ വിട്ടുപോയ സാംസൺ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ കാര്യവും ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. അവൻ ആക്രമണത്തിനും നാശത്തിനും വിധേയമാണ്. ബൈബിളിൽ ആത്മനിയന്ത്രണത്തോടെ ജീവിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരുപാട് മനുഷ്യരെ കുറിച്ച് വെളിപ്പാടുകളുണ്ട്. വളരെയധികം ദൈവം മുഖാഭിമുഖം സംസാരിച്ച മോശ പ്രവാചകനെ ഞങ്ങളുടെ മുമ്പിലേക്ക് ബൈബിൾ കൊണ്ടുവരികയാണ്. 10 കമാൻഡ്മെന്റ്സ് എന്ന സിനിമയിൽ മോശ പ്രവാചകന്റെ ബാല്യകാലം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ വിവരിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. കൊച്ചുകുട്ടിയായിരുന്ന മോസസ് ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു വരികയാണ്. ഫറവോയുടെ മകൾ ആ കൊട്ടാരത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. രണ്ടുപേരും കൗമാരപ്രായത്തിലെത്തിയപ്പോൾ തമ്മിൽ അടുപ്പവും പ്രണയവും തമ്മിൽ സ്നേഹവുമായി. അങ്ങനെ തമ്മിൽ ചില അഴിഞ്ഞാട്ടങ്ങളും പലതരത്തിലുള്ള അവിഹിതമായ അടുപ്പവുമെല്ലാം പ്രകാശിപ്പിച്ച് അങ്ങനെ പാപവെറുക്കൂത്തുകളിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മോശയ്ക്ക് തോന്നി, പാപത്തിന് നൈനിമിഷിക സുഖങ്ങൾ ആസ്വദിച്ച് നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞിങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോശ പ്രവാചകൻ ഫറവോയുടെ കൊട്ടാരം വിട്ട്, കൊട്ടാരത്തിലുള്ള സകല സുഖ സൗകര്യങ്ങളും വിട്ട്, ജഡത്തിൻ്റെ എല്ലാ സുഖങ്ങളും വിട്ട് അവൻ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മരുഭൂമിയിൽ അവൻ വർഷങ്ങളോളം അവൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവം ഇടവരുത്തി. മരുഭൂമിയിൽ വെച്ച് അവൻ്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി. മരുഭൂമിയിൽ വെച്ച് ദൈവം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മരുഭൂമിയിൽ വെച്ച് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. മരുഭൂമിയിൽ വെച്ച് ദൈവം അവൻ്റെ മേൽ വിളിയും നിയമവും നൽകി. മരുഭൂമിയിൽ വെച്ച് ദൈവം അവൻ്റെ മേൽ ആത്മാവിനെ ചൊരിഞ്ഞു. അവൻ ഇന്ന് ദൈവത്തിൻ്റെ ദാസനായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന കാലഘട്ടം. ദൈവം പറഞ്ഞു, മോസസ്, ഞാൻ നിന്നെ വീണ്ടും ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ മോശ പ്രവാചകൻ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ഇന്ന് വീണ്ടും കടന്നു വരികയാണ്. ഇപ്പോൾ അവൻ പണ്ടത്തെ മോശയായിട്ടല്ല വരുന്നത്, ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് വരുന്നത്. മോശസ് ഫറവോയുടെ കൊട്ടാരത്തിൽ വന്നിട്ട് ഫറവോയോട് പറഞ്ഞു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക. ഫറവോ വഴങ്ങിയില്ല. എങ്കിലും നല്ല മാന്യനായ ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അദ്ദേഹം മോശയ്ക്ക് ആ രാത്രി അന്തി ഉറങ്ങാൻ കൊട്ടാരത്തിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു. മോശ പ്രവാചകൻ കൊട്ടാരത്തിൽ തൻ്റെ ഗസ്റ്റ് റൂമിൽ അവനങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ന് മോശ പണ്ടത്തെ പോലെയല്ല. പണ്ട് അല്പസമയം കിട്ടിയിരുന്നെങ്കിൽ അവൻ ജഡത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ആ സമയം ചെലവഴിക്കുമായിരുന്നു. അവൻ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സമയം ചെലവഴിക്കുമായിരുന്നു. അവൻ അലസതയിലെ സമയം ചെലവഴിക്കുമായിരുന്നു. അവൻ നിയന്ത്രണമില്ലാത്ത ചിന്തകളിൽ സമയം ചെലവഴിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മോസസ് ദൈവാനുഭവമുള്ള മോസസാണ്. അവൻ ആത്മനിയന്ത്രണമുണ്ട്, അവന് ദൈവവിചാരമുണ്ട്, അവന് വീണ്ടും വിചാരമുണ്ട്. അവൻ മുറിയിൽ ദീർഘനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ നേരം അവൻ പ്രാർത്ഥിച്ചു. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു പോയെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരുപാട് സമയത്തിന് ശേഷം അവൻ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അവൻ ശ്രദ്ധിച്ചു നോക്കി. അവൻ വിചാരിച്ചു മാനസാന്തരപ്പെട്ട ഫറവോ തന്നെ വിളിക്കാൻ വേണ്ടി വരികയായിരിക്കുമെന്ന്. അവൻ താല്പര്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ അവൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടായി. കാരണം പണ്ട് ഒരുപാട് ലീലാവിലാസങ്ങളുമായി ഒരുപാട് പ്രണയബന്ധങ്ങളുമായി നടന്നിരുന്ന പണ്ടത്തെ കാമുകി ഇപ്പോൾ പുതിയ ഫറവോയുടെ ഭാര്യയായ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. അവൾ തൻ്റെ പഴയ ചേട്ടൻ വന്നിട്ടുണ്ട് എന്ന് വാർത്ത കേട്ടപ്പോൾ തൻ്റെ പഴയ ചേട്ടനെ സന്ദർശിക്കാൻ പ്രത്യേക വിധം വസ്ത്രധാരണമൊക്കെ ചെയ്ത് അങ്ങനെ കുണുങ്ങി എത്തിയിരിക്കുകയാണ്. അവളെ കണ്ട മാത്രയിൽ മോസസ് ദൈവത്തിൻ്റെ നാമം വിളിച്ച് പതുക്കെ മുറിയുടെ പുറകിലേക്ക്, ആദ്യ സ്ഥലത്തേക്ക് തന്നെ നീങ്ങി പുറകിലേക്ക് പോന്നു. അവൾ വലിയ സന്തോഷത്തോടെ മുറിക്കുള്ളിൽ പ്രവേശിച്ചു. അവൾ ഒത്തിരി മോശയോട് സംസാരിക്കുകയാണ്. മോശയോട് ഒരുപാട് കുശലം പറയുകയാണ്, ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ മോശയാകട്ടെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ മുറിയിൽ ആദ്യത്തെ സ്ഥലത്ത് പോയിരുന്ന് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇവൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും അവനെ ഇളക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവൾക്ക് ദേഷ്യം വന്നു. ഇവൾ വളരെ കുപിതയായി.
അവൾ കാർക്കിച്ച് മോശയുടെ മുഖത്തേക്ക് തുപ്പി. അപ്പോൾ മോസസ് പതുക്കെ ശിരസുയർത്തി അവളെ ഒന്ന് നോക്കി. മോസസ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ നോക്കാൻ പറ്റില്ല. അവൾക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടായത് അവൾ വെളിപ്പെടുത്തുന്നതിനെയാണ്, നീ എന്നെ നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. മോസസ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ നോക്കാൻ പറ്റില്ല. ഈ കണ്ണുകൾ ദൈവത്തെ കണ്ട കണ്ണുകളാണ്, ഈ കാതുകൾ ദൈവസ്വരം കേട്ട കാതുകളാണ്, ഈ ഹൃദയം ദൈവത്തെ അറിഞ്ഞ ഹൃദയമാണ്. എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാനൊരു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഈ കൈകൾ കൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഈ കാതുകൾ കൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് പണ്ടത്തെ പോലെ അഴിഞ്ഞാട്ടത്തിന് വിടാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചേ മതിയാകൂ. ഞാനും നിങ്ങളും ഈ ജീവിതത്തെ നിയന്ത്രിച്ചേ മതിയാവൂ. ഞാനും നിങ്ങളും പെരുമാറ്റങ്ങളെ നിയന്ത്രിച്ചേ മതിയാവൂ. ജീവിതത്തിനൊരു ചിട്ടയും ക്രമവും അത്യാവശ്യമാണ്. ജീവിതത്തിനൊരു നിയമവും നിയന്ത്രണവും അത്യാവശ്യമാണ്. ദാനിയേൽ പ്രവാചകൻ ഒന്നാമത്തെ പുസ്തകത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിച്ച ദാനിയേൽ പ്രവാചകൻ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. ജഡത്തിൻ്റെതായ വഴികളിലൂടെ നടക്കാൻ, പാപത്തിൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്യാൻ എത്രയെത്ര അവസരങ്ങൾ കിട്ടിയാലും ആ അവസരങ്ങളുടെ മുമ്പിൽ അത് വേണ്ട എന്ന് പറയാനുള്ള കഴിവിനെയാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 26-ാം വാക്യം, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് പ്രവർത്തിക്കാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഇതിനാണ് ആത്മനിയന്ത്രണം. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും വേണ്ട എന്ന് പറയാനുള്ള കഴിവ്, തിന്മ ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ടും വേണ്ട എന്ന് പറയാനുള്ള കഴിവ്. ഇങ്ങനെ ആത്മനിയന്ത്രണമുള്ള വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. മോശപ്രവാചകൻ ഇന്ന് ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനായി ഉയർത്തപ്പെട്ടു. ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കാൻ തക്കവിധം ദൈവം അദ്ദേഹത്തെ യോഗ്യനായി എണ്ണി. കാരണം അവൻ ആത്മനിയന്ത്രണമുള്ള ദൈവ പൈതലായിരുന്നു. പൂർവ്വപിതാവായ ജോസഫിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൊത്തീഫറിന്റെ ഭവനത്തിൽ പൊത്തീഫറിന്റെ ഭാര്യ വടിവത്ത ജോസഫിന്റെ ശരീരം കണ്ട് ആകൃഷ്ടയായി, മോഹവിവശയായി അദ്ദേഹത്തെ കടന്നു പിടിച്ചപ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളെ തട്ടി മാറ്റി കുതറിയോടി രക്ഷപ്പെട്ട ജോസഫിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൂർവ്വ പിതാവായ ജോസഫ് പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും, പാപം ചെയ്യാനുള്ള എല്ലാ അവസരം ഉണ്ടായിട്ടും, എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കാൻ ശ്രദ്ധ വെച്ച നിഷ്കർഷ പുലർത്തിയ, ശുഷ്കാന്തി പുലർത്തിയ പൂർവ്വ പിതാവായ ജോസഫ്, ദൈവം അവനെ അനുഗ്രഹിച്ച് ഉയർത്തി. അവന് വലിയ സ്ഥാനം കൊടുത്തു, അവന് വലിയ നില കൊടുത്തു, അവന് വലിയ അഡ്രസ്സ് കൊടുത്തു. ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന വിധം ഈജിപ്തിൽ ജോസഫ് ഉയർത്തപ്പെട്ടു, ദൈവത്താൽ ഉയർത്തപ്പെട്ടു. അവൻ ഉയർന്നുയർന്നു വന്നു. അവൻ്റെ ഐശ്വര്യം സ്ഥിരമാക്കാൻ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. ഒരുപാട് ദൈവവൈതലിൻ്റെ ജീവിതങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ആത്മനിയന്ത്രണത്തോടെ ദൈവത്തിന് മുമ്പിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോൾ ദൈവം സ്ഥിരമായ ഐശ്വര്യം നൽകി അവരെ ഉയർത്തിയത്. പൗലോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തെക്കുറിച്ച് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിൽ അപ്പസ്തോലൻ തന്നെ വിവരിക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പസ്തോലൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പസ്തോലനെ കർത്താവ് ഉയർത്തി. വലിയ നേതൃസ്തംഭമായി പൗലോസ് അപ്പസ്തോലൻ ഇന്ന് എണ്ണപ്പെടുന്നു. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അദ്ദേഹത്തിന് മേൽ അംഗീകാരം ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവവൈതലേ, ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് വലിയ വിലയുണ്ട്. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് ജീവിതത്തിൻ്റെ ഗതിയെ നിർണായകമാവിധം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ഞാനും നിങ്ങളും ആത്മനിയന്ത്രണത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞാൽ ദൈവം ആ ജീവിതത്തെ അനുഗ്രഹിക്കും.
ദൈവം ആ ജീവിതത്തെ ആശീർവദിക്കും. വീട്ടിൽ ഒരു വഴക്കുണ്ടായി, വീട്ടിൽ അപ്പൻ ദേഷ്യപ്പെട്ടു, വീട്ടിൽ അമ്മ ദേഷ്യപ്പെട്ടു. നീ ഉടനെ എടുത്തു ചാടി പിപ്പിടി കാട്ടി ചാടി പോകരുത്. നീ അവിടെ വിധേയത്വത്തോടെ നിൽക്കണം. വചനം സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി മാറും. നിന്റെ മേലധികാരി കോപിക്കുമ്പോൾ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ എടുത്തു ചാടി പൊട്ടിത്തെറിച്ച് ചാടി പോകാനുള്ളവനല്ല. നീ ആത്മനിയന്ത്രണത്തോടെ ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്താനുള്ള വ്യക്തിയാണ്. നിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആത്മനിയന്ത്രണം വിട്ട് ഞാൻ ചാകും എന്ന് പറയാനുള്ള വ്യക്തിയല്ല നീ. നിയന്ത്രണം വേണം, ആത്മനിയന്ത്രണം വേണം, സംയമനം വേണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തോടെ പ്രശ്നത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളവനാണ് നീ. ദൈവം തന്റെ മഹത്വം നിനക്കായി കാണിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ജീവിതത്തിൽ ആത്മനിയന്ത്രണം പാലിക്കണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണ വഴികളിലേക്ക് വരണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ പാതകളിലൂടെ നടക്കണം. വിശുദ്ധ ലിഖിതത്തിൽ വീണ്ടും വീണ്ടും ദൈവമക്കളെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മനിയന്ത്രണം പോലെ പ്രയോജനകരമായ ഒന്നും ഈ മനുഷ്യ ജീവിതത്തിൽ ഇല്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം വാക്യം, ആത്മനിയന്ത്രണം, നീതി, ധൈര്യം, വിവേകം, ഇത് ജ്ഞാനം പരിശീലിപ്പിക്കുന്നു. ഇവയേക്കാൾ പ്രയോജനകരമായ ഒന്നും ജീവിതത്തിലില്ല. ഈ നിമിഷങ്ങളിൽ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൊരു നിയന്ത്രണം വേണം, നമ്മുടെ ജീവിതത്തിലൊരു ചിട്ട വേണം, നമ്മുടെ ജീവിതത്തിലൊരു ക്രമം വേണം. നമ്മുടെ ജീവിതത്തിന് ദൈവത്തോട് അടുക്കാൻ, നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള നിയന്ത്രണമില്ലാതെ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തെ കുത്തഴിഞ്ഞ വെറിക്കൂത്തുകൾക്ക് വിട്ടുകൊടുക്കരുത്. ജീവിതത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരവും സുരഭിലവുമായ ഒരു കാഴ്ചയായി ദൈവത്തിൻ്റെ സന്നിധി രൂപാന്തരപ്പെടുത്താൻ ആത്മനിയന്ത്രണം ഒരു ദൈവ പൈതലിനെ സഹായിക്കുന്നു. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അവന് നൽകും. ജ്ഞാനത്തിന് യാക്കോബ് ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അവന് നൽകും. ആത്മനിയന്ത്രണം ഇല്ലാത്ത ആരും വിഷമിക്കേണ്ട. ആത്മനിയന്ത്രണം ഇല്ലാത്തവർ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവം ആത്മനിയന്ത്രണത്തിൻ്റെ വരം നൽകി ജീവിതത്തെ ഇന്ന് ശോഭനമാക്കുന്ന സുദിനമാണ്. ആത്മനിയന്ത്രണത്തിൻ്റെ വരം നൽകി ഇന്ന് ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ ആത്മനിയന്ത്രണം എന്ന വരം ഈ നിമിഷം ജീവിതത്തിലേക്ക് നിറയാൻ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. എവിടെയാണോ അവിടെ ഇരുന്ന് ദൈവനാമം വിളിക്കുക, യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആത്മനിയന്ത്രണ വരം പിതാവായ ദൈവം നൽകി ഇന്നിപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ അങ്ങയുടെ നാമം വിളിച്ച് ആത്മനിയന്ത്രണത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ കുത്തഴിഞ്ഞ് എല്ലാം തകർന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി ജീർണതയിലേക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തിന് രൂപവും ഭാവവും നൽകാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ചിന്തകളെ ക്രമപ്പെടുത്തണമേ. പൊട്ടിത്തെറിക്കുന്നതിൻ്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. എടുത്തു ചാടുന്നതിൻ്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. പിടിവാശിയുടെ എൻ്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. വിശുദ്ധിയുടെ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം, വിധേയത്വത്തിൻ്റെ അഭിഷേകം, നിയന്ത്രണത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഇപ്പോൾ സമൃദ്ധമായി ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. ആത്മനിയന്ത്രണത്തിൻ്റെ അത്ഭുതാഭിഷേകം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സകല ലോകത്തിൻ്റെയും ദൈവം, സകല മർത്യരുടെയും കർത്താവ്, സകലരെയും തൻ്റെ കാരുണ്യത്താൽ കാത്തു പരിപാലിക്കുന്നവൻ ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ട്. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ സമ്പത്ത് വർഷിക്കും. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ സൗഖ്യം ചൊരിയും. മനസ്സിൽ
കുത്തഴിഞ്ഞ അവസ്ഥയുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതം കുത്തഴിഞ്ഞ വിധം ഇരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പലതരത്തിലുള്ള തകർന്ന സ്വഭാവങ്ങൾക്കുടമയായവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് അഭിഷേകം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരുണ സകല ജനത്തിൻ്റെ മേലും പ്രവഹിക്കുന്ന സമയമാണിത്. ഈ നിമിഷം ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും കർത്താവ് തൻ്റെ അരൂപിയാൽ രൂപാന്തരീകരണം നൽകും. ഓ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. സകലരുടെ മേലും കരുണ ചൊരിയണമേ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി വാർത്തെടുക്കണമേ. അന്ധകാരത്തിൽ കഴിയുന്ന, അന്ധകാരത്തിൻ്റെ തടവറിലിരിക്കുന്നവർ ഇപ്പോൾ പുതിയ പ്രകാശത്തിൻ്റെ അഭിഷേകം പ്രാപിക്കട്ടെ. നിയന്ത്രണത്തിൻ്റെ ശക്തി, ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം സകലരുടെ മേലും ദാനമായി കിട്ടട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. സർവശക്തനെ, അങ്ങയുടെ ശക്തിയുടെ അഭിഷേകം, നിയന്ത്രണത്തിൻ്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. അനുസരണത്തിൻ്റെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, വിധേയത്വത്തിൻ്റെ അഭിഷേകം, കൂട്ടായ്മയുടെ അഭിഷേകം, കുടുംബത്തിൽ യോജിച്ച് ചിന്തിക്കാനുള്ള അഭിഷേകം, മാതാപിതാക്കളോട് ചേർന്ന് ജീവിക്കാനുള്ള അഭിഷേകം, ജീവിത പങ്കാളിയോട് ചേർന്ന് ചിന്തിക്കാനുള്ള അഭിഷേകം, ഐക്യത്തിൻ്റെ അഭിഷേകം സകല കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ പ്രവഹിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന. കുടുംബങ്ങളിൽ നിന്ന് എല്ലാ വികട ചിന്തകളും വിട്ടുപോകട്ടെ, എല്ലാ അനൈക്യ ചിന്തകളും വിട്ടുപോകട്ടെ. ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. മക്കൾക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ജീവിത പങ്കാളിക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. മാതാപിതാക്കൾക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. യേശുവിന്റെ നാമം വിളിച്ച് സ്തുതിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. പൈശാചികതകൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. കൂടോത്രം, ശുദ്ധവിദ്യ, ആധികാര പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. ജീവിക്കുന്ന ദൈവമേ, അത്ഭുത വരങ്ങളാൽ നിറയ്ക്കണമേ. ജീവിക്കുന്ന ദൈവമേ, അത്ഭുത അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. തളർന്നിരിക്കുന്നവർ, കെട്ടുപോയ ജീവിതങ്ങൾ ഇപ്പോൾ പുനർജീവൻ പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. തളർന്ന ജീവിതങ്ങൾ പുതുശക്തി പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, ആരാധന.